പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കരിപ്പൂരിനോടുള്ള അവഗണന. SYS വിമാനത്താവള മാർച്ച് വ്യാഴാഴ്ച. ഏക സിവിൽ കോഡ് ഇന്ത്യയുടെ സൗന്ദര്യത്തെ തകർക്കുമെന്ന് ഡോക്ടർ ഫാറൂഖ് നൈമി. കേരളം 60ന്റെ നിറവിൽ. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വജ്രകേരളം പരിപാടിക്ക് തുടക്കമായി. മലയാളികൾക്ക് കേരളപ്പിറവി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തെ സമ്പൂർണ്ണ ശൌചാലയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാരിന്റെ കേരളപ്പിറവി ആഘോഷം വിവാദത്തിലേക്ക്. വിശദീകരണവുമായി മുഖ്യമന്ത്രി ഗവർണറെയും മുൻ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചില്ല. സ്കൂൾ പ്രവേശനത്തിന് തലവരിപ്പണം വാങ്ങുന്ന സ്കൂളുകൾ 10 ഇരട്ടി പിഴ നൽകണമെന്ന് CBSE അധികൃതർ. മുസ്ലിം യുവാക്കൾക്കെതിരെ വ്യാജ പരാതി. അഭിഭാഷകന് തടവ് ശിക്ഷ. ഹൈക്കോടതി അഭിഭാഷകൻ CK മോഹനനെയാണ് കോടതി ശിക്ഷിച്ചത്. മലപ്പുറം കലക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. പൊട്ടിത്തെറിക്ക് ഉപയോഗിച്ചത് പ്രഷർ കുക്കർ ബോംബെന്ന് പോലീസ്. പക്ഷിപ്പനിയെ തുടർന്ന് കോട്ടയത്തെ താറാവുകളെ കൊന്ന് കത്തിച്ചു തുടങ്ങി. താറാവ് കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും. വിശദമായ വാർത്തകളിലേക്ക്. കേരളം 60ന്റെ നിറവിൽ. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വജ്രകേരളം പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് നിയമസഭാംഗണത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാവിലെ 10:30 നടന്ന ചടങ്ങിൽ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നിയമസഭയും സംസ്ഥാന സർക്കാരും ചേർന്നാണ് 60ാം വാർഷിക പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മന്ത്രി E. ചന്ദ്രശേഖരൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, PT ഉഷ എന്നിവർ പ്രസംഗിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ V. ശശി നന്ദിയും പറഞ്ഞു. മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ സ്പീക്കർമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വേദിയിലൊരുക്കിയ 60 തിരിയിട്ട വിളക്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ദീപം തെളിയിച്ചു. സർക്കാരിന്റെ കേരളപ്പിറവി ആഘോഷം വിവാദത്തിന്റെ നിഴലിൽ. ഗവർണർ ജസ്റ്റിസ് P. സദാശിവത്തിനെ വജ്രജൂബിലി ആഘോഷത്തിലേക്ക് ക്ഷണിച്ചില്ല. പ്രോട്ടോകോൾ പ്രശ്നമാണ് ക്ഷണിക്കാത്തതിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത്. മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണി, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നിവരെ ക്ഷണിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കേരളത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് സർക്കാർ സംഘടിപ്പിച്ച 2 പരിപാടികളിലും ഗവർണർ ജസ്റ്റിസ് P. സദാശിവത്തിന് ക്ഷണമുണ്ടായിരുന്നില്ല. ഗവർണറെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയെ അറിയിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ഏതായാലും പ്രോട്ടോകോളിന്റെ പ്രശ്നമുണ്ട്. ഗവർണറെ ഞങ്ങൾ മറന്നുപോയിട്ടില്ല എന്നത് ഈ കാര്യം ഓർമ്മിപ്പിച്ചവരെ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ ക്ഷണം ലഭിക്കാത്തതിനാൽ മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണി, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നിവർ പങ്കെടുത്തില്ല. 60ാം വാർഷികത്തെ സൂചിപ്പിച്ച് 60 ചിരാതുകൾ തെളിയിക്കുന്ന ചടങ്ങുകൾക്ക് മുൻ മുഖ്യമന്ത്രിമാർ നേതൃത്വം നൽകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ മുൻ മുഖ്യമന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന വിശദീകരണം സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. കേരളപ്പിറവി ആഘോഷം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായേക്കും. കേരളത്തെ സമ്പൂർണ്ണ ശൌചാലയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. 1,74,720 കക്കൂസുകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിർമ്മിച്ചത്. ശൌചാലയങ്ങളുടെ പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും ഏകോപിപ്പിച്ചാണ് എല്ലാവർക്കും ശൌചാലയം ഉറപ്പാക്കൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 126 കോടി കേന്ദ്ര ഫണ്ടും 196 കോടി സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചായിരുന്നു കക്കൂസുകളുടെ നിർമ്മാണം. 4% കുറെ പേർ കക്കൂസ് ഉപയോഗിക്കാൻ മടിക്കുന്നവരാണ്. കുറച്ചുപേരെങ്കിലും അതിന് തയ്യാറില്ലാത്തവരാണ്. അപ്പൊ അവരെ ആ രീതിയിൽ പ്രേരിപ്പിക്കാൻ കഴിയണം. ഈ നിർമ്മിച്ച കക്കൂസുകളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമായി ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. കൂട്ടായി താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ശൌചാലയ സൌകര്യമില്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി പൊതു ശൌചാലയം ഉറപ്പാക്കണം. ട്രെയിനുകളിൽ നിന്നുള്ള ശൌചാലയ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സ്കൂൾ പ്രവേശനത്തിന് തലവരിപ്പണം വാങ്ങുന്ന സ്കൂളുകൾ 10 ഇരട്ടി പിഴ നൽകണമെന്ന് CBSE അധികൃതർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷനെയാണ് ഇക്കാര്യം അറിയിച്ചത്.
ബിസിനസ്സായല്ല സാമൂഹിക സേവനമായി വേണം സ്കൂൾ നടത്താനെന്നും യാതൊരു വിധത്തിലുള്ള വാണിജ്യ പ്രവർത്തനത്തിലും സ്കൂൾ ഉൾപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും സിബിഎസ്ഇ അധികൃതർ വ്യക്തമാക്കി. എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സിബിഎസ്ഇയുടെ വിശദീകരണം. 60ാമത് കേരളപ്പിറവി ദിനത്തിൽ മലയാളികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ. ട്വിറ്ററിലൂടെ മലയാളത്തിലാണ് അദ്ദേഹം ആശംസ അറിയിച്ചത്. സംസ്ഥാനം പുരോഗതിയുടെ കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. മറ്റു ഇന്ത്യൻ ഭാഷകളെപ്പോലെ മലയാള ഭാഷയും വിദേശ ഭാഷകളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഞായറാഴ്ച റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ കേരളത്തിന്റെ ശുചിത്വബോധത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു. മലപ്പുറം കലക്ടറേറ്റ് വളപ്പിൽ ഹോമിയോ ഡിഎംഒയുടെ കാറിൽ സ്ഫോടനം. പൊട്ടിത്തെറിക്ക് ഉപയോഗിച്ചത് പ്രഷർ കുക്കർ ബോംബെന്ന് പോലീസ്. കുക്കറിനുള്ളിൽ അമോണിയം നൈട്രേറ്റ് നിറച്ചാണ് ബോംബ് നിർമ്മിച്ചത്. സ്ഫോടനം ആസൂത്രിതമെന്നും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ പറഞ്ഞു. പൊട്ടിത്തെറിക്കു പിന്നിൽ ഭീകര സംഘടനയെന്ന് തെളിയിക്കുന്ന ലഘുലേഖയും കണ്ടെത്തി. ബിൻ ലാദന്റെ ചിത്രമുള്ള ലഘുലേഖയിൽ യുപിയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിനെക്കുറിച്ചും പരാമർശമുണ്ട്. മുഹമ്മദ് അഖ്ലാഖിന്റെ വധത്തിന് പകരം ചോദിക്കുമെന്നാണ് പരാമർശം. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ബേസ് മൂവ്മെന്റ് എന്നെഴുതിയ പെട്ടി ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം തുടങ്ങിയതായി ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കേന്ദ്ര സഹായം തേടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാതൃഭാഷ പഠിക്കാതെ ബിരുദമെടുക്കാവുന്ന ഒരേ ഒരു സ്ഥലം കേരളമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളം നിർബന്ധിത പഠന ഭാഷയാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഐക്യ കേരളത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭാഷ പഠിക്കാതെ ഡിഗ്രി എടുക്കാവുന്ന അവസ്ഥ ഇവിടെയല്ലാതെ മറ്റെവിടെയും ഉണ്ടാകില്ല. PSCക്ക് മലയാളം മേച്ഛമായി തോന്നുന്ന സ്ഥിതി വേറെ ഒരിടത്തുമില്ല. ഇതൊക്കെ മാറേണ്ടതായുണ്ട്. കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ച താറാവുകളെ കൊന്ന് കത്തിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് താറാവുകളെ കൊല്ലുന്നത്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ ആർപ്പുക്കര, ഐമനം, മണിയാപ്പറമ്പ് എന്നിവിടങ്ങളിലെ 6000-ഓളം താറാവുകളെ കൊന്ന് കത്തിക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെട്ട 6 പേരടങ്ങുന്ന 10 ദ്രുതകർമ്മസേനാംഗങ്ങളാണ് ദൌത്യം തുടരുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ 51,000-ത്തിലധികം താറാവുകൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന താറാവുകളെ മാത്രം കൊല്ലാനാണ് തീരുമാനം. ഇവിടങ്ങളിൽ താറാവ് വിൽപ്പനയും മുട്ട വിൽപ്പനയും 3 മാസത്തേക്ക് ജില്ലാ ഭരണകൂടം നിരോധിച്ചു. താറാവ് കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് നൽകിത്തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ CA ലത നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുസ്ലിം യുവാക്കൾക്കെതിരെ IS ബന്ധവും ലവ് ജിഹാദും ആരോപിച്ച് വ്യാജ പരാതി നൽകൽ പതിവാക്കിയ അഭിഭാഷകനെ ഹൈക്കോടതി ശിക്ഷിച്ചു. ഹൈക്കോടതി അഭിഭാഷകൻ CK മോഹനനെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. 3 മാസം തടവും 1000 രൂപ പിഴയുമാണ് ഇയാൾക്ക് ഹൈക്കോടതി വിധിച്ച ശിക്ഷ. PN രവീന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ശിക്ഷാവിധി. മുസ്ലിം യുവാക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹൈക്കോടതി ഇത്തരത്തിൽ അയഥാർത്ഥമായ പരാതികൾ നൽകുന്നത് അവസാനിപ്പിക്കാൻ ഇയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഇയാൾ ജഡ്ജിമാരോട് കയർക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കോടതിയെ ലക്ഷ്യത്തിനാണ് ഇയാൾക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചത്. 1 മാസത്തിനകം ശിക്ഷ നടപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ശേഷം കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. ഭരണപരിഷ്കരണ കമ്മീഷൻ ഓഫീസിന്റെ കാര്യത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. താത്കാലിക ഓഫീസായി പ്രവർത്തിച്ചിരുന്ന MLA ഹോസ്റ്റലിലെ VSന്റെ മുറി ഒഴിയണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായി അനുവദിച്ച KMGയിലെ ഓഫീസ് ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടുമില്ല. ഭരണപരിഷ്കരണ കമ്മീഷൻ ഓഫീസ് അനുവദിക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ തർക്കങ്ങളുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഓഫീസ് വേണമെന്ന VSന്റെ ആവശ്യം തള്ളിയ സർക്കാർ KMG കെട്ടിടമാണ് പകരം അനുവദിച്ചത്. ഓഫീസിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിൽ അതൃപ്തിയുണ്ടായിരുന്ന VS കമ്മീഷന്റെ ആദ്യ യോഗം ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൌസിൽ വിളിച്ചു ചേർത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കമ്മീഷന്റെ താത്കാലിക ഓഫീസായി പ്രവർത്തിക്കുന്ന MLA ഹോസ്റ്റലിലെ VSന്റെ മുറി ഒഴിയണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടത്. ഗുണ്ടാ മാഫിയ കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് ഒളിവിൽ പോയി. മരട് നഗരസഭ വൈസ് ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ നഗരം വിട്ടെന്ന പോലീസ്. കൂട്ടുപ്രതികളായ ഗുണ്ടകൾ അറസ്റ്റിലായിരുന്നു. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ INTUC പ്രവർത്തകനായ പരാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിച്ചുവെന്നാണ് കേസ്. നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തിരിച്ചടി ശക്തമാക്കി. അതിർത്തി മേഖലയിൽ ഇന്ന് രാവിലെ പാക് സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 8 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ 2 പാക് ജവാന്മാർ കൊല്ലപ്പെട്ടു.
പാക് റേഞ്ചേഴ്സിൽപ്പെട്ട സൈനികരാണ് കൊല്ലപ്പെട്ടത്. 14 പാക് സൈനിക പോസ്റ്റുകളും ഇന്ത്യ തകർത്തിട്ടുണ്ട്. റാംഗഡ്, നൌഷേറ, ആർഎസ്പുര മേഖലകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം തുടരുന്നത്. മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചാണ് ഇവിടങ്ങളിൽ പാക് സേന ആക്രമണം അഴിച്ചുവിടുന്നത്. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇവിടങ്ങളിലെ 170-ൽ പരം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിർത്തി മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഗ്രാമീണർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. UAE വിശേഷങ്ങൾ ഇബ്രാഹിം മേലെപ്പാറ. ഷാർജ രാജ്യാന്തര പുസ്തകമേളയോടനുബന്ധിച്ചുള്ള പ്രസാധക പരിശീലന പരിപാടി ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിൽ നടന്നു. ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ റക്കദ് അൽ അമീരിയാണ് ഉദ്ഘാടനം ചെയ്തത്. നവംബർ 2 മുതൽ 12 വരെയാണ് വായനോത്സവത്തിന്റെ തിരികൊളുത്തിക്കൊണ്ടുള്ള ഷാർജ പുസ്തകോത്സവം നടക്കുന്നത്. ദുബായിലെ മംസാറിലും ഗുബൈബയിലും ബസ്സുകൾക്ക് പ്രത്യേക നിര ഏർപ്പെടുത്തി. RTA ബസ്സുകൾക്കും ടാക്സികൾക്കും ഏർപ്പെടുത്തിയ പ്രത്യേക നിരയിലൂടെ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിച്ചാൽ 600 ദിർഹം പിഴ ലഭിക്കുന്നതാണ്. 6 മാസത്തോളം ലോകത്തെ ദുബായിലേക്ക് ആകർഷിക്കുന്ന ഗ്ലോബൽ വില്ലേജ് ആഗോളമേളയുടെ 21ാമത് പതിപ്പിന് തുടക്കം കുറിച്ചു. 2017 ഏപ്രിൽ 8 വരെ 159 ദിവസം നീളുന്ന മേള എല്ലാ ദിവസവും പുതിയ ലോകം എന്ന പ്രമേയത്തിലാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ മനുഷ്യരുടെ ജീവിത ശാസ്ത്രീകരണം മുൻനിർത്തി സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി സ്വദേശി 7 ദിവസം കൊണ്ട് 7 എമിറേറ്റുകൾ നടന്നു തീർക്കാൻ ഒരുങ്ങുന്നു. 30-കാരനായ ജലാൽ ബിൽ തനയ്യയാണ് പുതിയ സാഹസത്തിന് തയ്യാറെടുക്കുന്നത്. അബുദാബിയിൽ നിന്ന് മക്കയിലേക്ക് 2000 കിലോമീറ്ററുകൾ നടന്ന് മുമ്പ് ജലാൽ ശ്രദ്ധ നേടിയിരുന്നു. UAE-യിൽ അനധികൃത ടാക്സി ഉപയോഗിക്കുന്നവരും ടാക്സി ഓടിക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 3 മാസത്തിനിടെ ഇത്തരത്തിൽ 671 ടാക്സികൾക്കെതിരെ നടപടിയെടുത്തതായും ഷാർജ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തലവൻ റാഷിദ് അൽ നുഐമി അറിയിച്ചു. KMIC ന്യൂസ് ഡെസ്ക്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനസ്സുകൾ തമ്മിലൊരിമ്പം ചൊല്ലിയ നാട്, മലരുകൾ പോലെ സുരഭി ചുരത്തിയ മേട്. മനസ്സുകൾ തമ്മിലൊരിമ്പം ചൊല്ലിയ നാട്, മലരുകൾ പോലെ സുരഭി ചുരത്തിയ മേട്. അന്ന് മുസൽമാൻ കൈകൾ കോർത്തതു ഹിന്ദുവും എന്തൊരു സുന്ദര ചിത്രം. ജൈനരും ബുദ്ധരും ക്രിസ്ത്യരെല്ലാം ചെന്തളിപ്പൂക്കളമിട്ടൊരു ചിത്രം. കളകളമൂതിയ സൗഹൃദ വീതിയിലിനാദത്തിൻ വഞ്ചകരാരും കിളിമൊഴിമേല് കളങ്കം ചാർത്തിയ വർഗീയതയുടെ വാഹകരാരോ. മനസ്സുകൾ തമ്മിലൊരിമ്പം ചൊല്ലിയ നാട്, മലരുകൾ പോലെ സുരഭി ചുരത്തിയ മേട്. മനസ്സുകൾ തമ്മിലൊരിമ്പം ചൊല്ലിയ നാട്, മലരുകൾ പോലെ സുരഭി ചുരത്തിയ മേട്. പൂർവപിതാക്കന്മാർ പരസ്നേഹം സമരായുധമാക്കി. പൂരിതമാ വീര്യം കടലോളം കടയിണകൾ പൊക്കി. പൂർവപിതാക്കന്മാർ പരസ്നേഹം സമരായുധമാക്കി. പൂരിതമാ വീര്യം കടലോളം കടയിണകൾ പൊക്കി. ഭിന്നിപ്പിന്റെ ഒളിയമ്പിൽ വീണിട്ടില്ല പിതാക്കന്മാർ. മുന്നിട്ടന്നൊരു പടയായി മിന്നുന്ന കഥ പ്രഭയായി പാരം. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ നവംബർ 3 വ്യാഴാഴ്ച SYS മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തും. റൺവേ നവീകരണ പ്രവർത്തനങ്ങൾക്ക് താത്കാലികമായി അടച്ചിട്ട വിമാനത്താവളം ഇനിയും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. സ്വകാര്യ ലോബിയെ സഹായിക്കുന്ന നടപടികളാണ് ബന്ധപ്പെട്ടവർ സ്വീകരിച്ചുവരുന്നത്. ഈ സാഹചര്യത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിച്ച് കരിപ്പൂർ വിമാനത്താവളം സംരക്ഷിക്കുക, ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി കരിപ്പൂരിനെ നിലനിർത്തുക, വലിയ വിമാനങ്ങളുടെ സർവീസ് പുനഃസ്ഥാപിക്കുക, അന്യായമായ സീസൺ ടിക്കറ്റ് വർധന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് മാർച്ച് നടത്തുന്നത്. രാവിലെ 9 മണിക്ക് കൊളത്തൂർ ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. ആയിരങ്ങൾ അണിനിരക്കുന്ന മാർച്ച് മലബാറിലെ പ്രവാസി സമൂഹത്തിന്റെ കൂടി പ്രതിഷേധമായി മാറും. മലബാറിന്റെ വികസന കുതിപ്പിനായി പ്രതീക്ഷയോടെ കിടപ്പാടവും പണവും നൽകിയവരെ കബളിപ്പിക്കാനുള്ള അധികൃതരുടെ ശ്രമത്തിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. പൊതുമേഖലയിൽ ജനങ്ങളുടെ നിർലോഭമായ സഹായത്താൽ പടുത്തുയർത്തിയ കരിപ്പൂർ വിമാനത്താവളത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ കൂട്ടായ ശ്രമത്തിലാണ് സുന്നി സംഘടനകൾ. മാർച്ച് SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി M അബൂബക്കർ മാസ്റ്റർ മാർച്ചിന് അഭിവാദ്യം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും.
PV അൻവർ MLA, V അബ്ദുറഹ്മാൻ MLA, A പ്രദീപ് കുമാർ MLA, അഡ്വക്കേറ്റ് PTA റഹീം MLA, MDF ചെയർമാൻ ബഷീർ നല്ലളം തുടങ്ങിയവർ ആശീർവദിക്കും. T അലവി പുതുപ്പറമ്പ്, സയ്യിദ് സീദിക്കോയ തങ്ങൾ, NM സ്വാദിഖ് സഖാഫി, EK മുഹമ്മദ് കോയ സഖാഫി, ഹസീനാർ സഖാഫി കുട്ടശ്ശേരി തുടങ്ങി മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ വസിക്കുന്ന ഇന്ത്യയിലെ മതേതര ജനവിഭാഗത്തിന്റെ മൌലികാവകാശങ്ങൾക്കു നേരെയുള്ള വെല്ലുവിളിയാണ് ഏക സിവിൽ കോഡ് വാദമെന്ന് SSF ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ ഫാറൂഖ് നഈമി കൊല്ലം അഭിപ്രായപ്പെട്ടു. ഡോക്ടർ അംബേദ്കറെ പോലുള്ള മഹത്തുക്കൾ രൂപം കൊടുത്ത ലിഖിത ഭരണഘടനയിൽ കൈക്കടത്തുന്നതോടൊപ്പം രാജ്യത്തിന്റെ സൌന്ദര്യത്തെയും സമാധാനത്തെയും തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും മാത്രമേ ഏക സിവിൽ കോഡ് വാദം ഉപകരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017 ഏപ്രിലിൽ നടക്കുന്ന മുഹിമ്മാത്ത് സിൽവർ ജൂബിലിയുടെ പ്രചരണ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി, അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, C അബ്ദുള്ള മുസ്ലിയാർ, സയ്യിദ് ഇസ്മായിൽ തങ്ങൾ, UPS തങ്ങൾ ചിക്മാംഗ്ലൂരു തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. നവംബർ 5-ന് സൌഹൃദത്തിന്റെ വടക്കൻ പെരുമ എന്ന ശീർഷകത്തിൽ കാസർകോട് നടക്കുന്ന മാനവ സംഗമത്തിന്റെ ഭാഗമായി SSF കാസർകോട് ഡിവിഷൻ സംഘടിപ്പിക്കുന്ന മാനവ സന്ദേശയാത്ര വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഡിവിഷൻ പരിധിയിൽ പ്രയാണം നടത്തും. ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹദൽ തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്ര വ്യാഴാഴ്ച മുഹിമ്മാത്ത് സയ്യിദ് ത്വാഹിറുൽ അഹദൽ മഖാം സിയാറത്തോടെ ആരംഭിക്കും. മുഗു, പെർള, അങ്കടിമുഗർ എന്നീ സെക്ടറുകളിലെ യൂണിറ്റുകളിൽ പര്യടനം നടത്തി വൈകിട്ട് 7 മണിക്ക് കുമ്പോലിൽ സമാപിക്കും. വെള്ളിയാഴ്ച മാലിക് ദിനാർ മഖാം സിയാറത്തോടെ ആരംഭിച്ച് കാസർകോട് സിവിൽ സ്റ്റേഷൻ, മൊഗ്രാൽ, പുത്തൂർ സെക്ടറുകളിൽ പര്യടനം നടത്തി ഉളിയത്തുകടയിൽ സമാപിക്കും. സയ്യിദ് ഹാമിദ് അൻവർ അഹദൽ സഖാഫി തങ്ങൾ, സയ്യിദ് യാസിൻ ഹൈദ്രോസി തങ്ങൾ കല്ലക്കട്ട, ഷംസീർ സൈനി തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകും. പ്രകാശം ഈ പ്രവാസം എന്ന ശീർഷകത്തിൽ ICF GCC തലത്തിൽ നടത്തിവരുന്ന യൂണിറ്റ് സമ്മേളനങ്ങളുടെ ഭാഗമായി സൌദിയിലെ അൽക്കോബാർ ICF കൊസാമ യൂണിറ്റ് സമ്മേളനം നടത്തി. മുസ്തഫ ആലൂരിന്റെ അധ്യക്ഷതയിൽ ICF ദായി സയ്യിദ് അമാനി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അൽക്കോബാർ സെൻട്രൽ സംഘടനാ കൺവീനർ സുബൈർ സഖാഫി ക്ലാസെടുത്തു. കൊസാമ യൂണിറ്റ് കൺട്രോളർ നാസർ ചിറയൻകീഴ്, സക്കീർ സഖാഫി, ജലാൽ, ഹബീബ് ആലപ്പുഴ, ഷജീർ സൈനി, നൌഫൽ, റൌഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.